ഹായ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഹെന്ന ഒന്ന് മിക്സ് ചെയ്യുന്ന രീതി കാണിച്ചായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കളറ് വരുമോ എന്നെന്തോ ചോദിച്ചു. അപ്പം ഞാൻ കളറ് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി കറുപ്പ് കളറ് വരുമെന്നാണോ ഉദ്ദേശിച്ചത്, അല്ലാതെ കളറ് കിട്ടുമെന്നാണോ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കിങ്ങനെ ഒത്തിരി ടൈപ്പ് ചെയ്ത് മെസ്സേജുകൾ അങ്ങനെ അയച്ച് ഒരു ഇതില്ല, ഇഷ്ടമില്ല, ഒരു സ്വഭാവമില്ല, അങ്ങനൊരു ഇതില്ല. അപ്പം ഞാൻ ഓർത്തു ഹെന്ന മിക്സ് ചെയ്യേണ്ട, അതായത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു വരുന്നത്, അതെനിക്കൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഹെന്ന മിക്സ് ചെയ്യാം. അത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഫോളോ ചെയ്തിരുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ എൻ്റെ മുടിയും കാണിക്കും. അതായത് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അന്ന് ഞാൻ സെപ്പറേറ്റ് താമസിക്കുമായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് കുടുംബത്തോട് വന്നു കഴിഞ്ഞപ്പം കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ കൂടിയപ്പം ഇതിന് സമയം കിട്ടാതെ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഹെന്ന വാങ്ങിക്കുക. അപ്പോൾ ഞാനൊന്നും ബ്രാൻഡൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നല്ലൊരു ക്വാളിറ്റി ഹെന്ന വാങ്ങിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഹെന്ന ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി വലിയ പാക്കറ്റ് വാങ്ങിച്ച് നല്ല രീതി പൂക്കാതെ നല്ലതായിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഇതിനകത്തോ ഇട്ട് വെക്കുക, ഫ്രിഡ്ജിലോ വെക്കുക, ബാക്കി എടുത്തിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ട്. ആ ഇരുമ്പ് ചീനിച്ചട്ടിയെ നമ്മൾ സോപ്പ് ഇട്ടൊന്നും കഴുകാതിരിക്കുക. സോപ്പ് അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും ഇട്ട് കഴുകാതെ ഞാൻ കഴുകിക്കൊണ്ടിരുന്നത് ചാരവും ചകിരിയും ഇട്ട് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ തേയില ഈ പറഞ്ഞ പോലെ തന്നെ ലൂസ് തേയിലയല്ല, നല്ല ബ്രാൻഡഡ് തേയില തന്നെ തിളപ്പിച്ച്, അത് നമ്മൾ ഹെന്ന എടുക്കുന്നതനുസരിച്ചിരിക്കും, നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിരിക്കും. ഒരു 2 സ്പൂണൊക്കെ എടുക്കാം, കുഴപ്പമില്ല. 2 സ്പൂൺ തേയില തിളപ്പിച്ച് ആറ്റിയെടുക്കുക. അതായത് അന്ന് എനിക്ക് ഈ പുള്ളിക്കാരി പറഞ്ഞു തന്നെ, ഞാൻ പറഞ്ഞു ചൂടോടെ നമ്മൾ ഹെന്നയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഹെന്ന വെന്ത് പോവും. അപ്പോൾ അത് നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇത് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഹെന്ന എടുത്തിട്ട് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലിട്ടിട്ട്, ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കി ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങ് അടച്ചു വെച്ചിട്ട് പിന്നീട് ഞാൻ ചെന്ന് ഇതിളക്കി. അപ്പോൾ ഒരു ഇത്തിരി തേയില വെള്ളം വേണം നമുക്ക് മാറ്റി വെക്കാം. അഥവാ നമ്മുടെ തേയില വെള്ളം തീർന്നു പോയാൽ ആ തേയിലയിൽ തന്നെ നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ചാറിച്ച് എടുക്കാം. അതെടുത്തു. പിന്നെ വേണ്ടത് നമ്മൾ തേക്കുന്ന എണ്ണ, അതായത് നമ്മൾ സ്ഥിരം തേക്കുന്ന ഏത് എണ്ണയാണോ ആ എണ്ണയുടെ 10 തുള്ളി എണ്ണ വേണം. ഓക്കെ, 10 തുള്ളി എണ്ണ എടുക്കുക. തേയില വെള്ളം ഒഴിക്കുമ്പോൾ കാപ്പിപ്പൊടി വേണ്ട. കാപ്പിപ്പൊടിയാണ് നമുക്കിഷ്ടമെങ്കിൽ കാപ്പിപ്പൊടിയായിട്ടിടാം, അല്ലെങ്കിൽ കാപ്പി വെള്ളമായിട്ടിടാം. അപ്പം തേയില എടുക്കണ്ട. ഓക്കെ, അതും എനിക്ക് കമൻറ്റിൽ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. തേയില വെള്ളം ഇട്ടു. പിന്നെ അരമുറി നാരങ്ങ നീര് മതി ഒരു ഇത്രയൊക്കെ മുടിയുള്ളവർക്ക്. നിറച്ച് മുടി നീളവും തിക്നെസ്സും ഉള്ളവർക്ക് ഹെന്ന എടുക്കുന്നതനുസരിച്ച് ഒരു ഫുൾ നാരങ്ങ നീര് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ തൈര്, 1 സ്പൂൺ തൈര് നമുക്കുണ്ടെങ്കിൽ 1 സ്പൂൺ തൈര് നമുക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇതിനെ ഇളക്കി കൊടുക്കുക. അതായത് ഈ അയൺ പാനിൽ നിന്ന് അയൺ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഈ ഹെന്നയുടെ ഓക്സിഡൈസേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അതായത് ഈ അയൺ പാനിൽ നിന്ന് ഹെന്നയിലോട്ട് അയൺ ഇറങ്ങുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഹെന്ന ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പിറ്റേ ദിവസം ഹെന്ന ചെയ്യുമ്പോൾ ചിലപ്പം തണുപ്പാണെങ്കിൽ, ഇച്ചിരി തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോയി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ അങ്ങനെ വെക്കുക എന്നുള്ളതല്ല. ചിലർക്ക് ആ തണുപ്പോടെ ചിലപ്പോൾ തലയിലിട്ടാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് ചൂടാക്കി നമുക്കെടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ട ഇടുന്ന ഞാൻ പറഞ്ഞോ, മുട്ട നമ്മൾ ഇടുന്നതിന് ജസ്റ്റ് മുമ്പേ മുട്ട ഇടാവും. കാരണം ഞാൻ ഇന്നലെ ഇടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചത്. പക്ഷേ ഇന്നലെ എനിക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് പോകേണ്ടി വന്നുകൊണ്ട് എന്ത് പറ്റി, ഞാൻ ഹെന്ന എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു.
മുട്ട അപ്പളേ ഇടാവും കേട്ടോ. മുട്ട നമ്മൾ തലേദിവസം ഈ മുട്ടയാണ് ഈ നമ്മുടെ മുടിയിൽ ഇതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഹെന്ന ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ട്രാൻഡായിട്ട് ഞാൻ മുടി അയച്ച് കാണിക്കും. ഒത്തിരി മുടി പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതുകൊണ്ടൊന്നും കാണിക്കാൻ നമ്മൾ ഓരോ സ്റ്റാൻഡല്ല, ഓരോ സെക്ഷനായിട്ട് എടുക്കുന്നു. ഇങ്ങനെ എടുക്കുന്നു, മുകളിൽ പുരട്ടുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. താഴെ പുരട്ടുന്നു, പിന്നെ മുടീനെ പതുക്കെ ചുരുട്ടുന്നു. ഓക്കെ, ചുരുട്ടിയിട്ട് മുടിയിൽ ഇങ്ങനെ തേച്ച് മുടിയെ വട്ടത്തി ചുറ്റി വെക്കുന്നു. ഓക്കെ, ഞാനൊരു ബ്യൂട്ടീഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പം അത്രയ്ക്ക് ഇതായിട്ട് ചെയ്യാൻ അറിയത്തില്ല. വെച്ചു. മുടിയെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മുടിയെ തേച്ച് കഴിഞ്ഞാൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മുടിയിലൊരു നല്ലൊരു കളർ വരും. മുടിയെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡാൻഡ്രഫൊക്കെ മാറി നല്ലൊരു ഹെൽത്തി സ്കാൽപ്പാവും. ഒത്തിരി അങ്ങ് മുടി വളരുമെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും നല്ല അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെന്ന ചെയ്തു. അന്ന് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെക്കാം. അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വെച്ച് നമ്മളിത് വാഷ് ചെയ്ത് കളഞ്ഞു. ഈ മുട്ട ഇട്ടുകൊണ്ട് ഒരു സ്മെല്ല് കാണും. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഇതിന് മാത്രം ഈ സ്ട്രാൻസിൽ മാത്രം നമ്മൾ ഒരു ഇച്ചിരി കണ്ടീഷണർ ഇട്ട് നമ്മൾ കഴുകി എടുക്കുക. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി വേണമെങ്കിൽ മുടി നമ്മളിപ്പോൾ രാവിലെ ഇത് ചെയ്തെങ്കിൽ അന്ന് രാത്രി വേണമെങ്കിൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. നമ്മളിടുന്ന ഓയിൽ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ വെറുതെ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ച് കഴുകിക്കളയാം. ഷാമ്പു ഇടാനേ പാടില്ല. കാരണം നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന ഈ സംഭവം നമ്മൾ ഹെന്ന ചെയ്തൊന്നും നമ്മൾ ഷാമ്പു ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ഡേയിൽ ഷാമ്പു ചെയ്യാൻ പാടില്ല. 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഷാമ്പു ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ചോദിക്കും എപ്പോഴൊക്കെ ചെയ്യണം. അതായത് ഹെന്ന ചെയ്താൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്ക് മുട്ട തേക്കാം. ഞാൻ ഫുള്ളായിട്ടാണ് മുട്ട തേക്കുന്നത്. ഞാൻ തേക്കാൻ തുടങ്ങിയത് കാലം തൊട്ട് മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ഞാൻ തേച്ചിട്ടില്ല. എനിക്ക് മുട്ടയുടെ മഞ്ഞ തേച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇത് വന്നില്ല. പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നര മാറി നമ്മുടെ നര കറുത്ത് വരും കേട്ടോ. എനിക്ക് നിറച്ച് നരയുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അതിന് മാത്രം ഉണ്ടോ? ഇപ്പം ഞാൻ ഹെന്ന അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് സമയം കിട്ടാറില്ല. എന്നാലും ഇതാണ് കറക്റ്റായിട്ടുള്ള ഇത്. ഇനി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും എനിക്കിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് താരനും മുടി കൊഴിച്ചിലും ഇപ്പോൾ തൈറോയ്ഡ് വന്നിട്ട് പിന്നെ ഇപ്പം എല്ലാം ശ്രദ്ധിക്കാത്തത് കൊണ്ടും വന്നു. പിന്നെ ഒരു വയ്യാത്ത കുട്ടിയുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങാത്തപ്പോൾ നമ്മൾ ഉറങ്ങാതിരുന്ന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കൂടി അങ്ങനെ കുറച്ച് എല്ലാം കൂടി ഹോർമോണൽ ഇംബാലൻസ് വന്ന് എൻ്റെ മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉലുവയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഉലുവ ഓപ്ഷണലാണ്. ഉലുവ ഇടാം. ഉലുവ ഞാൻ പണ്ട് സ്ഥിരം ഞാൻ മുടിയിൽ ഇട്ടുകൊണ്ടിരുന്നൊരു സാധനം. ഉലുവ ഇടാം. അല്ലാതെ ഈ വൈറ്റമിൻ ഇ ഓയിലൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഉപയോഗിക്കുന്ന ഒരു ഓയിലുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അത് ബ്രാൻഡഡാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച ഓയിലാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതാണ് യഥാർത്ഥ രീതി, അതായത് കറക്റ്റായിട്ടുള്ള രീതി എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ ഞാൻ ഞാൻ ഗൾഫിലായിരുന്നു, വർഷങ്ങളായിട്ട് ചെയ്തു. എനിക്ക് നന്നായിട്ട് മുടിയുണ്ടായിരുന്നു. അതായത് ഇറക്കം ഞാൻ വെപ്പിക്കാറില്ല, ഒന്നീ ലെയർ അടിക്കും. എന്നാലും നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.